പുണ്യവാനേ, ഉണ്ണിയേശുവിൻ സ്നേഹിതനേ, ദൈവത്തിൻ നാമം വാഴ്ത്തി ആത്മാർപ്പണം ചെയ്തു നീ, അത്ഭുതങ്ങൾ ചെയ്തു നീ. അന്തോനീസ് പുണ്യവാനേ, ഉണ്ണിയേശുവിൻ സ്നേഹിതനേ, ദൈവത്തിൻ നാമം വാഴ്ത്തി ആത്മാർപ്പണം ചെയ്തു നീ, അത്ഭുതങ്ങൾ ചെയ്തു നീ. കാലംബമായിടുന്ന പാപിയെ സ്നേഹിക്കും പുണ്യവാനേ, ഞങ്ങൾ നിൻ മാധ്യസ്ഥം തേടി വന്നിടുന്നു, ആശ്രയം നൽകേണമേ, അനുഗ്രഹം നൽകേണമേ. ദുഃഖിതർ കാലംബമായിടുന്ന സ്നേഹിക്കും പുണ്യവാനേ, ഞങ്ങൾ നിൻ മാധ്യസ്ഥം തേടി വന്നിടുന്നു, ആശ്രയം നൽകേണമേ, അനുഗ്രഹം നൽകേണമേ. സമയത്ത് രണ്ടു സ്ഥലങ്ങളിൽ പ്രത്യക്ഷനാകുവാൻ സാധ്യമല്ലോ, ദീനബാധിതരെയും മൃത്യുവരിച്ചവരെയും പുനർജന്മം നൽകി പാലിക്കുന്നവനല്ലോ നീ. മത്സ്യങ്ങളെയും തോഴരായി കാണുവാൻ അങ്ങേക്കതെല്ലാം സാധ്യമല്ലോ. അന്തോനീസ് പുണ്യവാനേ, ഉണ്ണിയേശുവിൻ സ്നേഹിതനേ, ദൈവത്തിൻ നാമം വാഴ്ത്തി ആത്മാർപ്പണം ചെയ്തു നീ, അത്ഭുതങ്ങൾ ചെയ്തു നീ. ഈ നാട്ടിലെന്താ വിശ്വാസികളാരുമില്ലേ? എത്ര അനാഥമായിട്ടാണ് ദേവാലയം കിടക്കുന്നത്. റൊമിനി എന്ന ഈ പട്ടണത്തിൽ അവിശ്വാസികൾ വിശ്വാസികളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. സർവശക്തനുമേൽ ആധിപത്യം സ്ഥാപിക്കുകയോ?
അവിശ്വാസികൾ അടച്ചുപിടിച്ച കണ്ണുകൾക്ക് തുല്യമാണ്. ഇരുട്ടിനെ മാത്രമേ അവർ തിരിച്ചറിയുന്നുള്ളൂ. വെളിച്ചത്തെ തിരിച്ചറിയണമെങ്കിൽ അവരുടെ ഉൾക്കണ്ണ് തുറക്കണം. വരൂ, നമുക്ക് ആ മണ്ഡപത്തിലേക്ക് പോകാം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ടാനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്നവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മക്കളെ, ഞാൻ പറയുന്നതു കേൾക്കുവിൻ. ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ജീവിതമാഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? ഏയ് പുരോഹിത, നിന്നെ കണ്ടാൽ അധികം പ്രായം തോന്നുന്നില്ലല്ലോ. ഇവിടെ നിന്ന് വെറുതെ കണ്ടക്ഷോഭം നടത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾക്കിവിടെ ഒരു വിശ്വാസിയെയും കണ്ടെത്താൻ കഴിയില്ല. വേഗം ഇവിടുന്ന് പൊയ്ക്കോളൂ. റോമിനി എന്ന ഈ പട്ടണത്തിന്റെ പരമാധികാരിയാണ് ഞാൻ. സർവശക്തനായ ദൈവം ഈ പ്രപഞ്ചത്തിന്റെ തന്നെ പരമാധികാരിയായി വർത്തിക്കുമ്പോൾ ഒരു പട്ടണത്തിനു മേലുള്ള പരമാധികാരത്തിന് എന്തു പ്രസക്തി? ഏയ് പുരോഹിത, എന്റെ കോപം നിന്നെ നശിപ്പിക്കുന്നതിന് മുൻപ് പൊയ്ക്കോളൂ. ഇനി ഈ നഗരത്തിൽ നിങ്ങളെ കണ്ടുപോകരുത്. ആന്റണിയച്ചോ, നമുക്കിവിടെ നിന്ന് പോകാം. അതെ അച്ചോ, നമുക്ക് പോകാം. പാപികളുടെ നാടാണിത്. സഹോദരന്മാരെ, നിങ്ങൾ ഒരു നിമിഷം നിൽക്കൂ. ഞാൻ ഈ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചിട്ട് വേഗം വരാം. ദേവാലയ സന്ദർശനം വേഗം പൂർത്തിയാക്കണം. ഇനി മടങ്ങി വരരുത്. സകല ചരാചരങ്ങൾക്കും നാഥനായവനെ, നിന്നെ വാഴ്ത്തിപ്പാടാനും നിന്റെ മഹത്വങ്ങൾ വർണ്ണിക്കാനും മാത്രമുള്ള എന്റെ നാവിനെ വിലങ്ങിടാൻ ആർക്കും കഴിയില്ല. അങ്ങയുടെ സ്നേഹം ഇനിയും ഇനിയും ഉച്ചത്തിൽ ഞാൻ പ്രഘോഷിക്കും. ദൈവസൃഷ്ടിയിൽ പിറവിയെടുത്തവർ അതിന് കാതോർക്കും. പ്രിയമകനെ, സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. അവർ നിന്റെ അടുക്കലേക്ക് വരും, നീ അവരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകുകയില്ല. ഈ ജനത്തിനു മുൻപിൽ ഒരു പിത്തളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ വിജയിക്കുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി
ഞാൻ നിന്നോട് കൂടെയുണ്ട്. ചെല്ലു, റുമിനി പട്ടണത്തിലെ കടൽക്കരയിൽ നിന്റെ വചനങ്ങൾ കാതില്ലാത്തവരും കേൾക്കും. ഈ പട്ടണത്തിലെ കാതുള്ളവർ ആ കാഴ്ച കണ്ട് നിന്നെ അനുഗമിക്കും. കർത്താവെ, അങ്ങയുടെ ഹിതം ഞാൻ നിറവേറ്റും. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ അവന്റെ കാതുകൾ നിത്യജീവൻ പകരുന്ന ദൈവവചനങ്ങൾക്ക് മുമ്പിൽ കൊട്ടിയടച്ചിരിക്കുന്നു. ആയതിനാൽ ദൈവത്തിന്റെ രക്ഷയുടെ അടയാളങ്ങളായ മത്സ്യങ്ങളെ, ദൈവസ്നേഹം ചൊരിഞ്ഞ സർവശക്തന്റെ വചനങ്ങൾക്ക് കാതോർക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നോഹയുടെ ജലപ്രളയ കാലത്ത് ദൈവം നശിപ്പിക്കാതെ ജീവനോടെ രക്ഷിച്ചത് നിങ്ങളെയാണ്. തോബിയാസിനെ സംഹരിക്കാനെത്തിയ പിശാചിനെ നിങ്ങളുടെ ചങ്കും കരളും പുകച്ചാണ് അകറ്റിയത്. നിങ്ങളുടെ പിതാമഹന്മാരാണ് യോനാ പ്രവാചകനെ ഉദരത്തിൽ ഒളിപ്പിച്ച് 3 രാവും 3 പകലും യാത്ര ചെയ്ത് നിനവേയിൽ സുരക്ഷിതനായി എത്തിച്ചത്. നിങ്ങളാണ് കർത്താവിന്റെ പ്രിയപ്പെട്ട ഭക്ഷണമായത്. നിങ്ങൾ നൽകിയ നാണയമാണ് കർത്താവ് നികുതിയായി നൽകിയത്. മീൻപിടുത്തക്കാരോടൊപ്പം കഴിഞ്ഞ് അവരിൽ കടലിന്റെ ആഴത്തോളം ദൈവസ്നേഹം ചൊരിഞ്ഞ് സർവശക്തന്റെ വചനങ്ങൾക്ക് കാതോർക്കുകയും ദൈവസ്നേഹത്തിന്റെ മഹിമ ഞാൻ നിങ്ങളിലേക്ക് ചൊരിയാം. സങ്കീർത്തകൻ ഇങ്ങനെ പാടുന്നു: എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ ദൈവമായ കർത്താവേ അങ്ങ് അത്യുന്നതനാണ്. കർത്താവേ, അങ്ങയുടെ സൃഷ്ടികളെത്ര വൈവിധ്യപൂർണങ്ങളാണ്. ജ്ഞാനത്താൽ അങ്ങവയെ നിർമ്മിച്ചു. ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. അതാ വിസ്തൃതമായ മഹാസമുദ്രം, ചെറുതും വലുതുമായ സംഖ്യം. ജീവികളെ കൊണ്ടത് നിറഞ്ഞിരിക്കുന്നു. അതിൽ കപ്പലുകൾ അതിശയം, അത്യത്ഭുതം. ഇതുപോലൊരു കാഴ്ച മുമ്പ് കണ്ടിട്ടേയില്ല. സമയം ഭക്ഷണം ലഭിക്കാനവ അങ്ങയെ നോക്കിയിരിക്കുന്നു. അങ്ങു നൽകുമ്പോൾ അവ ഭക്ഷിക്കുന്നു. അങ്ങ് കൈ തുറന്നു കൊടുക്കുമ്പോൾ അവ നന്മകളാൽ സംതൃപ്തരാകുന്നു. അവിടുന്ന് മുഖം മറയ്ക്കും. എന്തത്ഭുതം! ശരി തന്നെ, ഇതുപോലൊരു കാഴ്ച മുമ്പ് കണ്ടിട്ടേയില്ല. അങ്ങ് അവയുടെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിൻവലിക്കും. യേശുവാണ് കർത്താവ്. യേശുവാണ് കർത്താവ്. മാത്രമാണ് കർത്താവ്. യേശു മാത്രമാണ് കർത്താവ്. യേശുവാണ് യേശുവാണ് ഏക ദൈവം. യേശുവിൽ മാത്രമാണ് രക്ഷ. യേശുവാണ് ഏക ദൈവം. പിതാവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തത്ഭുതം! ഇത് ദൈവത്തിന്റെ പ്രവർത്തനം തന്നെയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവാണ് കർത്താവ്. യേശു മാത്രമാണ് കർത്താവ്. എന്റെ ദൈവമായ കർത്താവേ അങ്ങ് അത്യുന്നതനാണ്. അങ്ങ് ഞങ്ങളുടെ കണ്ണു തുറപ്പിച്ചു. ദൈവത്തിന് നന്ദി. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ ദൈവമായ കർത്താവേ അങ്ങ് അത്യുന്നതനാണ്. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ ദൈവമായ കർത്താവേ അങ്ങ് അത്യുന്നതനാണ്.